ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി വിന്നിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ തന്നെ നമ്മൾ ഗോഷിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുകൂടി പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ ബെൽ കർവ് എന്നുകൂടി പറയാറുണ്ട്. അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ബെൽ കർവ് വരണം. ഓക്കെ, ഈ ബെൽ കർവ് ആണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മെയിൻ ഐറ്റം. ദെൻ ഇതൊരു കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇന്റർവെൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബബിലിറ്റി പറയുന്നത്. അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പറയാം. മെയിൻ ആയിട്ട് ഇത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നത്? നോർമാലിറ്റി ഉള്ള ഡാറ്റകളുടെ ഒരു കൂട്ടമാണ്, ഒരു ക്ലബാണ് എന്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, ഹൈറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്, ഹൈറ്റ് ഓഫ് സർട്ടൻ അനിമൽസ്, അതുപോലെ വെയിറ്റ്, ഇതൊക്കെ നമ്മൾ ഒരു നോർമാലിറ്റി ഉള്ള ഡാറ്റയാണ്. ഇപ്പൊ ആളുകളുടെ ഹൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അധികം ആളുകളും ഏകദേശം ഒരു ഹൈറ്റിൽ കാണപ്പെടുന്ന ആളുകളാണ്. അധികം ആളുകളും ഏകദേശം ഒരു ഹൈറ്റിലാണ് കാണപ്പെടുക. ചില ആളുകൾ മാത്രം, വളരെ ചുരുക്കം ആളുകൾ കൂടുതൽ ഹൈറ്റ് ഉള്ളവരും വളരെ ചുരുക്കം ആളുകൾ കുറവ് ഹൈറ്റ് ഉള്ളവരുണ്ടാവും. എന്നാൽ മോസ്റ്റ് ഓഫ് ദ പേഴ്സൺസ് സീംസ് ടു ബി സെയിം ഹൈറ്റ്. കൂടുതലും അല്ലെ നമ്മൾ കാണപ്പെടുന്ന സൊസൈറ്റിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹൈറ്റ് ഏകദേശം ഒരുപോലെയാണ്. അതുപോലെ വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ നമുക്കൊരു സിമിലാരിറ്റി കാണാൻ കഴിയും. അതുപോലെ ഒരു പ്രദേശത്തെ ടെമ്പറേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമിലർ ആയിരിക്കും. അതുപോലെ ആളുകളുടെ ബ്ലഡ് പ്രഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ നമുക്ക് എന്ത് കാണാൻ കഴിയും? ഒരു നോർമാലിറ്റി കാണാൻ കഴിയും. സോ ഇത്തരത്തിലുള്ള നോർമാലിറ്റി ഉള്ള ഡാറ്റകളുടെ ഒരു ക്ലസ്റ്റർ ആണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡാറ്റകൾ. സോ എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്? അത് എങ്ങനെ കാണപ്പെടും? ഇതൊരു ബെൽ ഷേപ്ഡ് കർവാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഷേപ്പ് ഓഫ് ദ കർവ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബെല്ല്, ഞാനിവിടെ ഒരു ബെല്ല് വരയ്ക്കുന്നുണ്ട്. ഇതാണ് ഒരു ബെല്ല്. ഈ ഒരു ബെല്ലിന്റെ അതേ ഷേപ്പ് ആണല്ലേ ഈ കർവിന് വരുന്നത്? ഇതാണ് ബെല്ലിന്റെ അതേ ഷേപ്പാണ് ഈ കർവിന് വരുന്നത്. ദെൻ ഇതൊരു സിമെട്രിക്കൽ കർവാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, കർവിനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ടും ഒരേപോലെയാണ് ഈ കർവ് നമ്മൾ കാണപ്പെടാറുള്ളത്. സോ ഇതൊരു സിമെട്രിക്കൽ കർവാണ്, ബെൽ ഷേപ്ഡ് കർവാണ്. ദെൻ മീൻ, മീഡിയൻ, മോഡ് ആർ ഈക്വൽ. ഇതിന്റെ മീൻ, മീഡിയൻ, മോഡ് ഈക്വൽ ആണ്. അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സെന്റർ ഓഫ് ദ കർവിലാണ്. ഈ കർവിന്റെ സെൻട്രൽ പോയിന്റിലാണ് ഇതിന്റെ മീൻ, മീഡിയൻ, മോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം എന്താണ്? ഈക്വൽ ആണ്. മീൻ, മീഡിയൻ, മോഡ് എന്താണ്? ഈക്വൽ ആണ്. ദെൻ ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് 1. ഇതാണ് നമ്മുടെ കർവിന്റെ അണ്ടറിലുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അത് എത്രയാണ്? 1 ആണ്. ഈ 1 എന്ന് പറയുമ്പോൾ അതിന് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലെഫ്റ്റ് ഏരിയയിൽ 50%, റൈറ്റ് ഏരിയയിൽ 50%. ഇങ്ങനെയാണ് ഈ കർവിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. 50% ഓഫ് ദ ഡാറ്റ ലെഫ്റ്റ് സൈഡിൽ കിടക്കും, 50% ഓഫ് ദ ഡാറ്റ റൈറ്റ് സൈഡിൽ കിടക്കും. പ്രോബബിലിറ്റീസ് ആർ മെഷേർഡ് ഓവർ ദ ഇന്റർവെൽസ്. ഇന്റർവെൽസിന്റെ ഇടയിൽ, അതായത് ഇപ്പോൾ നമ്മൾ വെയിറ്റ് എടുക്കുകയാണെങ്കിൽ ഒരാളുടെ വെയിറ്റ് 80 kgയുടെയും 90 kgയുടെയും ഇടയിൽ വരാനുള്ള സാധ്യത എന്താണ്? ഒരു ഇന്റർവെല്ലിന്റെ ഇടയിൽ നമ്മുടെ ഒരു അസംഷൻ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് നമ്മൾ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരാളുടെ വെയിറ്റ് ഇപ്പൊ കണ്ടോ, 80 to 90 എന്ന് പറയുമ്പോൾ ഇതൊരു ഇന്റർവെൽ അല്ലേ? അല്ലാതെ ഒരാളുടെ വെയിറ്റ് 96 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇതൊന്നും അല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫ്, നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് രണ്ട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഗ്രാഫിന്റെ ഷേപ്പിൽ ഡിഫറൻസ് വരും. അതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണ് മീൻ അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിളിനെ നമ്മൾ മ്യൂ എന്നാണ് പറയാറുള്ളത്. അതിന് നമ്മൾ എങ്ങനെ എഴുതും? മ്യൂ എന്നാണ് പറയാറുള്ളത്. പിന്നെ ഒന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിന് നമ്മൾ സിഗ്മ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ മ്യൂ അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എല്ലാ കർവിന്റെയും പീക്ക് പോയിന്റിലാണ് കാണപ്പെടാറുള്ളത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനായിട്ട് 3 കർവ് കാണിച്ചിട്ടുണ്ട്. ഒരു ഗ്രീൻ കർവും, ഒരു റെഡും, ഒരു ബ്ലൂ. ഈ മൂന്നിന്റെയും മീൻ വരെ എവിടെയാണ്? അതിന്റെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് അതിന്റെ മ്യൂ അല്ലെങ്കിൽ മീൻ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മീനിന്റെ തൊട്ടടുത്താണ് ഏറ്റവും കൂടുതൽ ഡാറ്റാസ് ഉണ്ടാവാറുള്ളത്. ഡാറ്റാസിന്റെ ക്ലസ്റ്റർ ഏറ്റവും കൂടുതൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ മ്യൂവിന്റെ സറൗണ്ടിങ്സിലായിരിക്കും. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഹൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ഹൈറ്റ് 70 kg ആണെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഡാറ്റ 68, അതുപോലെ 76, 75, 67, ഇതൊക്കെ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കും. ഓക്കെ, ഇപ്പൊ 40 kg ഉള്ള ഒരു അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. അതുപോലെ 200 kg ഉള്ള ഒരു അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രീം സിറ്റുവേഷൻ ആണ്. അതൊക്കെ വളരെ വിട്ട് കിടക്കുന്ന ഡാറ്റകളാണ്. പക്ഷെ നോർമാലിറ്റി ഉള്ള ഡാറ്റാസ് ഒക്കെ എന്ത് കിടക്കും? നമ്മുടെ മ്യൂവിന്റെ തൊട്ടടുത്ത് കിടക്കും. ഇപ്പൊ 100 പേരുടെ ഡാറ്റയാണ് എന്നുണ്ടെങ്കിൽ ഒരു 90% ഡാറ്റയും നമ്മുടെ മ്യൂ എന്ന് പറയുന്ന മീനിന്റെ തൊട്ടടുത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഒരു 5 പേരുടെ ഡാറ്റ ഇവിടെയും 5 പേരുടെ ഡാറ്റ റൈറ്റ് സൈഡിലും വരുന്ന രീതിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നോർമലി എങ്ങനെയാണ് നോർമൽ കർവിലെ ഡാറ്റാസ് വരാറുള്ളത്? ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു മെഷർ ആണ്. എന്തിന്റെ മെഷർ ആണ്? ഹൗ ഡിസ്പേഴ്സ്ഡ് ദ ഡാറ്റ ഇൻ റിലേഷൻ ടു ദ മീൻ. മീനിൽ നിന്നും ഡാറ്റാസ് എത്രത്തോളം വിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്.
ഇതാണ് മീന്. ഈ മീനിൽ നിന്നും ഡാറ്റാസ് എത്രത്തോളം ഡിസ്പേഴ്സ് ആയി കിടക്കുന്നു, ചെതറി കിടക്കുന്നു എന്നുള്ളതിന്റെ ഒരു മെഷറാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഈ ഗ്രീൻ കർവിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതാ ഇത്രത്തോളം വരും. റെഡിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കൂടുതലാണ് ഗ്രീനുമായി കമ്പയർ ചെയ്യുമ്പോൾ. ബ്ലൂ കർവില് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കുറവാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ആ കർവ് ടോൾ ആയിരിക്കും, നാരോ ആയിരിക്കും. ബ്ലൂ കർവിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ ലോ ആണ്, അതുകൊണ്ട് തന്നെ ആ കർവ് എന്താണ്, ടോൾ ആണ്. അറ്റ് ദ സെയിം ടൈം അതെന്താണ്, നാരോ ആണ്. അതായത് വളരെ തിങ്ങിയ, വളരെ ഇടുങ്ങിയ കർവാണ്. ഇപ്പോ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ ഹൈ ആണ് എങ്കിൽ കർവ് എന്താണ്, വളരെ ഷോർട്ട് ആണ്. ഈ റെഡ് കർവിൽ കണ്ടോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആണ്, അതുപോലെ തന്നെ അത് വൈഡ് ആയിട്ടുള്ള ഒരു കർവാണ്. ഇതാണ് നമ്മുടെ മ്യൂവിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഗ്രാഫിന്റെ ഷേപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. ദെൻ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ നോർമൽ കർവിന് സാധാരണ ഉണ്ടാവാറുള്ളത്. ഒന്ന് മ്യൂ, അതുപോലെ തന്നെ മറ്റൊന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ ഈ ഒരു ഫോർമുല സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ ഒരു ഫോർമുല ഒരിക്കലും നിങ്ങൾ മറക്കരുത്. എക്സാം പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഫോർമുല മര്യാദയ്ക്ക് നമ്മൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത്രേ ഉള്ളൂ. സെഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് സ്കോർ ആണ്. ഈ സ്കോർ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ലോഗ് ടേബിളിൽ നോക്കിയിട്ട് ഏരിയ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒറിജിനൽ വാല്യൂ ആണ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ആണ്. എസ് ഡി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കാവുന്ന ഐറ്റംസ് ആണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ സെഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ലോഗരിതം ടേബിൾ നോക്കിയിട്ട് നമ്മൾ ഏരിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ വാല്യൂന്റെ ബേസിൽ പ്രോബബിലിറ്റി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് വരുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ എന്ന് പറയുന്നത് ഇതൊരു കണ്ടിന്യൂസ് കർവ് ആണ്. കണ്ടിന്യൂസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തില്ല, ഒരു സ്ക്യൂനെസ് ഇല്ല. എന്താണ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിവ് എന്നാണ് അർത്ഥം. ഇപ്പൊ ഞാൻ ഇവിടെ രണ്ട് കർവ് വരയ്ക്കാൻ പോവാണ്. ഒരു കർവ് ഇങ്ങനെയാണ്, മറ്റൊരു കർവ് ഇങ്ങനെ. ഇത് റൈറ്റിലോട്ട് സ്ക്യൂഡ് ആണ്, അതായത് റൈറ്റിലോട്ട് ചെരിഞ്ഞിരിക്കുന്നു. ഇത് ലെഫ്റ്റിലോട്ട് സ്ക്യൂഡ് ആണ്, ലെഫ്റ്റിലോട്ട് ചെരിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മുടെ നോർമൽ കർവിന് നോക്കൂ, ഇത് സീറോ സ്ക്യൂനെസ് ആണ്, അതിനെന്തില്ല, നോ സ്ക്യൂനെസ്. ഈ ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിന്റെ സ്ക്യൂനെസ് എന്താണ്, സീറോ ആണ്. അപ്പൊ രണ്ട് നമ്മുടെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇതൊരു കണ്ടിന്യൂസ് കർവാണ് വിത്തൗട്ട് സ്ക്യൂനെസ്, അതുപോലെ തന്നെ ഇതിന്റെ സ്ക്യൂനെസ് എന്താണ്, സീറോ ആണ്. ദെൻ ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ദ മീൻ. ഇതൊരു ബെൽ ഷേപ്ഡ് കർവാണ്. ഇതിനെ നമ്മൾ സെന്ററിലൂടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലോട്ടും ഒരേ ഷേപ്പാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. സോ അതുകൊണ്ട് ഇതിന് എന്ത് പറയുന്നു, സിമെട്രിക്കൽ ആണ്. ഇതൊരിക്കലും എന്തല്ല, അസിമെട്രിക്കൽ അല്ല. ദെൻ ഇതൊരു യൂണി മോഡൽ കർവാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, ഇതിന് ഒറ്റ ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവുള്ളൂ, ഒരു ഹയസ്റ്റ് പോയിന്റ്. എല്ലാ നോർമൽ കർവിനും ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവുള്ളൂ. ഈ ഹയസ്റ്റ് പോയിന്റ് തന്നെയാണ് ഇതിന്റെ എന്ത്, മീന്, മീഡിയൻ, മോഡ്. ഒരു നോർമൽ കർവിന്റെ ഹയസ്റ്റ് പോയിന്റ് തന്നെയാണ് അതിന്റെ മീന്, മീഡിയൻ, മോഡായിട്ട് വരുന്നത്. പിന്നെ ഈക്വൽ ഏരിയ എബോ ആൻഡ് ബിലോ ദ മീൻ. നമ്മൾ പറഞ്ഞു ഈ സെൻട്രലിലുള്ള ഈ ഒരു ഓർഡിനേറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡിവിഷൻ ആണ് നമ്മുടെ മീൻ ആയിട്ട് വരുന്നത്. ഈ മീനിന്റെ താഴെയുള്ള ഏരിയയും മീനിന് ശേഷമുള്ള ഏരിയയും എന്തായിരിക്കും, എപ്പോഴും ഈക്വൽ ആയിരിക്കും. മീനിന് മുൻപുള്ള ഏരിയയും മീനിന് ശേഷമുള്ള ഏരിയയും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, 50-50 ആയിരിക്കും. ക്വാർട്ടൈൽസ് Q1 and Q3 ആർ ഇക്വ ഡിസ്റ്റന്റ് ഫ്രം മീൻ. മീനിൽ നിന്നും Q1 എന്ന് പറയുന്നതും Q2 എന്ന് പറയുന്ന ക്വാർട്ടൈൽസ് ഇക്വ ഡിസ്റ്റന്റ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കർവിനെ നമുക്ക് 4 ക്വാർട്ടൈൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 25%, 25%, 25%. ഫസ്റ്റ് ക്വാർട്ടൈലാണ് Q1, സെക്കൻഡ് Q2, തേർഡ് Q3, ഫോർത്ത് Q4. അപ്പോ ഈ ഒരു ക്വാർട്ടൈൽസിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ക്വാർട്ടൈൽ എന്ന് പറയുന്നത്, ഇത് സെക്കൻഡ് ക്വാർട്ടൈലാണ്, ഇത് തേർഡ് ക്വാർട്ടൈലാണ്, ഇത് ഫോർത്ത് ക്വാർട്ടൈലാണ്. ഇതിലെ Q1ഉം Q3യും ഇക്വ ഡിസ്റ്റന്റ് ആണ്. Q1 ആൻഡ് Q3 എന്താണ്, ഇക്വ ഡിസ്റ്റന്റ് ആണ്. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് Q1, ഇത് Q3. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്, ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കും ഒരു നോർമൽ കർവിന്റെ സാധാരണഗതിയിലുള്ള ക്വാർട്ടൈൽസിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയും. ദെൻ ഇറ്റ് ഈസ് അസിംപ്ടോട്ടിക് ടു ദ ബേസ്. ബേസിന്റെ അടുത്ത് അത് പോകുന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അസിംപ്ടോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ടച്ച് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അസിംപ്ടോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ കർവിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കർവിനെ അത് എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് അസിംപ്ടോട്ടിക് ടു ദ ബേസ് ലൈൻ, ഓർ അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഭാഗത്തിൽ അത് എന്ത് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യുന്നില്ല. ദെൻ നോ സ്ക്യൂനെസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഈ ഒരു കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് മെസോകർട്ടിക് ഷേപ്പ് ആണ്. ഇതിന്റെ കർട്ടോസിസ്, ഇതിന്റെ വളവ് എന്ന് പറയുന്നത് എന്താണ്, β2 = 3 ആണ്. ഇതിന്റെ ഷേപ്പ് എന്തായിരിക്കും, മെസോകർട്ടിക് ആയിരിക്കും, ബെൽ ഷേപ്ഡ് ആയിരിക്കും. സോ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെസോകർട്ടിക്. ഈ ഒരു ബെൽ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെസോകർട്ടിക്. ദെൻ ടോട്ടൽ ഏരിയ അണ്ടർ കർവ്, ഈ ടോട്ടൽ ഏരിയ അണ്ടർ കർവ് എത്രയാണ്, 1 ആണ്. ഓക്കെ, ടോട്ടൽ ഏരിയ അണ്ടർ കർവ് 1 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും, 0.5, ഇത് 0.5. ഈ നെഗറ്റീവ് റീജിയൻ 0.5, പോസിറ്റീവ് റീജിയൻ 0.5, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.
ഓക്കെ. ദെൻ ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് ലൊക്കേറ്റഡ് അറ്റ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ. ഇൻഫ്ലെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ കർവ് ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് അതിന് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു വളവ് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പോകുന്ന കർവ് ഇങ്ങോട്ട് വളയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബെൽ ഷേപ്പ് വരുന്നത്. ഈ വളവ് സംഭവിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലാണ്. ഈ കർവിന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ എന്ത് സംഭവിക്കുന്നു, വളവ് സംഭവിക്കുന്നു. ഇത് മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇത് പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അത് പ്ലസ് റീജിയനും മൈനസ് റീജിയനും ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പോയിന്റിൽ വെച്ചിട്ട് കർവിന് എന്ത് സംഭവിക്കുന്നു, വളവ് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇൻഫ്ലെക്ഷൻ സംഭവിക്കുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല തിയറി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. നമുക്ക് ബാക്കി ഇതിന്റെ പ്രോബ്ലംസ് പാർട്ട് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. എംപിരിക്കൽ റൂളും പ്രോബ്ലംസ്. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.